ഇപ്പോൾ എന്നോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തിൽ ഏറ്റവും വലിയ സന്തോഷം കണ്ടെത്തുന്നത് എന്ന് ഞാൻ പറയും, എനിക്ക് നല്ല രുചികരമായ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും സമാധാനവും സംതൃപ്തിയും ലഹരിയും ഒന്നും വേറൊന്നിനും കിട്ടില്ലാന്ന്. ഈ നമ്മൾ കുറേ കളിയാക്കാറൊക്കെ ഉണ്ട്, നീയൊക്കെ എന്തിനാണ് തിന്നാൻ വേണ്ടിയിട്ടാണോ ജീവിക്കുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അതെ, തിന്നാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതിൽ കിട്ടുന്ന നമ്മളിപ്പോൾ വേറെ ഒരു കാര്യത്തിലും അഡിക്റ്റഡ് ആവുന്ന പോലെയല്ലല്ലോ നല്ല ഫുഡിൽ അഡിക്റ്റഡ് ആവുക എന്ന് പറയുന്നത്. അത് ഇച്ചിരി നല്ലതാണ് എങ്ങനെ നോക്കിയാലും. അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാത്തിലും ഉള്ള പ്രശ്നമേ ഫുഡിലും ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ വളരെ രുചികരമായ ഭക്ഷണം ആസ്വദിച്ച് ഒക്കെ അങ്ങോട്ട് ഇങ്ങനെ പാചകം ചെയ്ത് തരികയാണ് ഒരു ഷെഫ്. അത് US ഷെഫായ ലൊറേറ്റ ഹാംസ്. പക്ഷേ ഈ ഷെഫ് ഭക്ഷണവും വെള്ളവും കഴിച്ചിട്ട് ഏകദേശം 8 വർഷമായി. ഞെട്ടിയോ? ഞാനും ഞെട്ടി. കാരണം ഭക്ഷണവും വെള്ളം പോലും ഇറങ്ങാണ്ട് 8 വർഷം ജീവിക്കുക, അതും ഷെഫായിട്ട്. വേറെ എന്തോ ആയിക്കോട്ടെ, ഷെഫായിട്ട് ഇങ്ങനെ 8 വർഷം ജീവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു എന്നെയൊക്കെ സംബന്ധിച്ച് എനിക്ക് വല്ല ഡിപ്രഷനും വന്നു പോകും നല്ല ഫുഡ് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ. എങ്ങനെ അവർ ജീവിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ വലിയൊരു ഞെട്ടലുണ്ടാക്കി. അതുകൊണ്ടാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കി ഇപ്പം നിങ്ങളോടും പറയാമെന്ന് കരുതിയത്. ഒരു ദിവസം സാധാ ഒരു പെൺകുട്ടിയെ പോലെ 18 വയസ്സൊക്കെയുള്ള ഒരു പെൺകുട്ടിയായ നമ്മുടെ ലൊറേറ്റ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു. പക്ഷേ അതിശക്തമായ വയറുവേദന ഒരു കണക്കിന് അതങ്ങോട്ട് മാറുന്നില്ല. അങ്ങനെ സ്വാഭാവികമായിട്ടും ആശുപത്രിയിലേക്ക് ചെല്ലുന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഡയറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്ക്, ചിലപ്പോൾ ഫുഡിൻ്റെ ആയിരിക്കും എന്നൊക്കെ. അങ്ങനെ ഡയറ്റ് ചേഞ്ച് ചെയ്ത് നോക്കി. പക്ഷെ എന്നിട്ടും ഈ വയറുവേദനയ്ക്ക് ഒരു ശമനവും ഇല്ല. ഒരു ഇത്തിരി ഭക്ഷണം, അതിനിപ്പോൾ എന്തായിക്കോട്ടെ, ഭക്ഷണം കഴിച്ചാൽ ഒരു ഇത്തിരി വെള്ളം കുടിച്ചാൽ അപ്പോൾ വയറുവേദന സ്റ്റാർട്ട് ചെയ്യും. അത് സഹിക്കാൻ കഴിയില്ല. അങ്ങനെ വർഷങ്ങളായിട്ട് ആശുപത്രിയൊക്കെ കയറി ഇറങ്ങിയിട്ടും ഇതിന് പരിഹാരം കണ്ടെത്താൻ ലൊറേറ്റയ്ക്ക് ആവുന്നില്ല. പക്ഷേ അവസാനം എന്താണ് ഈ അസുഖം എന്നുള്ളത് കണ്ടെത്തി. അത് കണ്ടെത്തിയപ്പോൾ നമ്മളെ പോലെ തന്നെ ലൊറേറ്റയ്ക്ക് ഭയങ്കര വലിയൊരു ഞെട്ടൽ തന്നെ ഉണ്ടാക്കി. എന്താണെന്നല്ലേ, ഗ്യാസ്ട്രോ പാരാലിസിസ് എന്നൊരു അസുഖം. അതായത് നമ്മൾ എപ്പോൾ ഭക്ഷണം കഴിച്ചു തുടങ്ങിയാലും നമ്മുടെ വായിലേക്ക് അത് എത്തുന്നത് മുതൽ ഉമിനീര് പ്രവർത്തിച്ച് തുടങ്ങുക, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണം ഉള്ളിലേക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അവയവങ്ങളൊക്കെ ഒന്ന് തയ്യാറെടുക്കും. ഉള്ളിൽ, അതായത് നമ്മുടെ വൻകുടൽ ചെറുകുടലൊക്കെ വഴിയാണ് അതങ്ങനെ ദഹിച്ചു പോകുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ ഉള്ളിൽ കുറച്ച് ആസിഡ് ഉണ്ട് ഈ ഒരു ഭക്ഷണം ദഹിപ്പിക്കാനെന്നൊക്കെ. അങ്ങനെ നമ്മുടെ ശരീരം ഇങ്ങനെ ആക്റ്റീവ് ആകാൻ തുടങ്ങും ഭക്ഷണം വായിലേക്ക് ചെല്ലുന്നത് മുതൽ. പക്ഷേ ലൊറേറ്റയെ സംബന്ധിച്ച് അങ്ങനെ ഈ ഒരു ഉള്ളിലുള്ള അവയവങ്ങളൊന്നും തന്നെ ആക്റ്റീവ് ആകുന്നില്ല. അതായത് നമുക്കിപ്പോൾ ഒരു പാരാലിസിസ് ഒക്കെ ബാധിച്ചു കഴിഞ്ഞാൽ അന്നങ്ങാണ്ടങ്ങ് കിടന്നു പോകില്ലേ, അതുപോലെ ഉള്ളിലെ ഈ ദഹന പ്രവർത്തനത്തിലൊക്കെ പങ്കെടുക്കുന്ന അവയവങ്ങളും അങ്ങനെ തന്നെ അങ്ങ് നിലച്ചുപോയി. അതുകൊണ്ട് തന്നെ എന്താ, ഭക്ഷണം ഉള്ളിൽ ചെല്ലുമ്പോൾ എന്തോ എക്സ്റ്റേണൽ ബോഡി ഉള്ളിൽ ചെല്ലുന്നത് പോലെ ബോഡി പ്രവർത്തിക്കുകയാണ്. ഇതിലെ ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അസുഖത്തിന് മരുന്നില്ല. ഈ ഒരു അസുഖവുമായി ജീവിക്കുക എന്നല്ലാതെ. സ്വാഭാവികമായും ആസ്വദിച്ച് ഭക്ഷണം ഉണ്ടാക്കാനും ഒരു നല്ല ഷെഫാകാനും ഒക്കെ ആഗ്രഹിച്ച് കുഞ്ഞുനാൾ മുതലൊക്കെ അതിന് വേണ്ടിയിട്ട് തന്നെ ഓരോ ദിവസവും മാറ്റി വെച്ച് ജീവിച്ചൊരു പെൺകുട്ടിയെ സംബന്ധിച്ച് എന്ത് വലിയ സങ്കടം ഉണ്ടായിരിക്കും അല്ലേ. പക്ഷേ ലൊറേറ്റയ്ക്ക് ജീവിക്കുകയും വേണം. അതെങ്ങനെ? ഭക്ഷണവും വെള്ളവും ഇല്ലാതെ എങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കും? അതിനായിട്ട് ലൊറേറ്റയ്ക്ക് വേറെ, അതായത് ഇതിനൊരു പരിഹാരമാർഗം എന്ന രീതിയിൽ മെഡിസിൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും വേറൊരു രീതിയിൽ ലൊറേറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിലേക്ക് ഡയറക്റ്റ് ട്യൂബ് ഘടിപ്പിച്ച് ഒരു ലിക്വിഡ് സാധനം, അതായത് നമുക്കിപ്പോൾ കിട്ടുന്നില്ലേ ഭക്ഷണത്തിലൂടെ, അതിപ്പം കാർബോഹൈഡ്രേറ്റ്സ് ആവാം, പ്രോട്ടീൻസ് ആവാം, അങ്ങനെ പല കാര്യങ്ങളും, അതായത് പല കാര്യങ്ങൾ ചേർന്നിട്ടല്ലേ നമുക്ക് ആ ഫുഡിൽ നിന്ന് കിട്ടാം. അപ്പോൾ ഇതെല്ലാം കൂടി ലിക്വിഡ് രൂപത്തിൽ ഡയറക്റ്റ് ഹാർട്ടിലേക്ക് ഒരു ട്യൂബ് വഴി ഇൻസേർട്ട് ചെയ്യും. അങ്ങനെ ചെയ്യുന്നതിലൂടെ ഡയറക്റ്റ് ബ്ലഡിലേക്ക് ഈ പ്രോട്ടീൻസ് ഒക്കെ കലർന്ന് നമുക്കിപ്പോൾ ഭക്ഷണത്തിലൂടെ കിട്ടുന്ന ആ എനർജിയും കാര്യങ്ങളും ഒക്കെ ലൊറേറ്റയ്ക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് ഡെയിലി ലൈഫ് ഇപ്പോൾ ലൊറേറ്റ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്ത് ദൗർഭാഗ്യകരമല്ലേ. കാരണം ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകാം. കാരണം ഓക്കെ, ഭക്ഷണത്തിലൂടെ കിട്ടുന്നതൊക്കെ ആ ഒരു ലിക്വിഡ് വഴി കിട്ടുന്നുണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം എന്നൊക്കെ ചിന്തിക്കാനും വരട്ടെ. കാരണം ഈ രീതിയിൽ ട്യൂബ് ഘടിപ്പിക്കുന്നതുകൊണ്ട് ട്യൂബ് ചേഞ്ച് ചെയ്യുമ്പോൾ ഒക്കെ ഇൻഫെക്ഷൻസ് ഉണ്ടാവാറുണ്ട്. ചില ദിവസങ്ങളിൽ രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ സാധിക്കില്ല, വീൽ ചെയറിലായിരിക്കും ഒരു ദിവസം മുഴുവൻ ഒന്ന് നീങ്ങണമെങ്കിൽ പോലും. നമ്മൾ ചിന്തിക്കും സ്വാഭാവികമായും അവിടെ കൊണ്ട് ലൊറേറ്റയുടെ ജീവിതം തീർന്നെന്ന്. ഇല്ല, ലൊറേറ്റ അങ്ങനെ ഒന്നും തളരാൻ തയ്യാറല്ല. ഈ രീതിയിലൊക്കെ അനുഭവിക്കുമ്പോഴും പോസിറ്റിവിറ്റി കൂടെ കൊണ്ട് നടക്കാൻ ലൊറേറ്റ ശ്രദ്ധിച്ചു. ഇപ്പോഴും ഷെഫിൻ്റെ ജോലി തന്നെയാണ് ലൊറേറ്റ ചെയ്യുന്നത്. അതെ, എങ്ങനെയാണെന്നല്ലേ, അതായത് ആ ഒരു ഫുഡിൽ നിന്ന് വരുന്ന സ്മെല്ല്, അതിൻ്റെ ആ ഒരു പാചകത്തിൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ട് ലൊറേറ്റയ്ക്ക് അറിയാം
അത് ടേസ്റ്റി ആയിരിക്കുമോ, ഡെലീഷ്യസ് ആയിരിക്കുമോ എന്നൊക്കെ. അതിന് വേണ്ടിയിട്ട് ഈ ഫ്രണ്ട്സും ഫാമിലിയും ലൊറേറ്റയെ സഹായിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ, ഷെഫ് എന്നുള്ള ആ ഒരു ഉപജീവന മാർഗ്ഗം ഇപ്പോഴും, ഉപജീവന മാർഗ്ഗം അല്ല ലൊറേറ്റയെ സംബന്ധിച്ച്, അത് പാഷൻ തന്നെയായിരുന്നു. അതിപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാൻ ലൊറേറ്റയ്ക്ക് സാധിക്കുന്നുണ്ട്. കൂടാതെ ലൊറേറ്റ പറയുന്നൊരു കാര്യമുണ്ട്, എപ്പോഴും നമ്മൾ എന്ത് പ്രതിസന്ധി വരുമ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും എൻ്റെ ലൈഫ് എന്ന് കരുതി നമ്മൾ അവിടെ അങ്ങ് ഡൗൺ ആയി പോകും അല്ലേ. പക്ഷേ അങ്ങനെയല്ല, ഇതിലൊരു മാറ്റം വരും, എൻ്റെ ലൈഫും ചേഞ്ച് ആകും എന്ന് പറഞ്ഞ് ജീവിക്കണം. അതായത് നാളെ തൊട്ട് മാറാൻ തുടങ്ങും എന്ന് മുന്നിൽ തന്നെ കണ്ടേക്കണം. ഒരുപാട് മാറ്റവും ഒരുപാട് പോസിറ്റിവിറ്റി ആയിരിക്കും ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതെന്നാണ് ലൊറേറ്റ പറയുന്നത്. എന്തായാലും ലൊറേറ്റയുടെ ഈ ഒരു ലൈഫ് കണ്ടിട്ട് അല്ലെങ്കിൽ ഇത് കേട്ടിട്ട് ഒരാൾക്കെങ്കിലും ഇത്രയും വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ എനിക്ക്, ഇതിൽ നിന്ന് എനിക്കും കയറാൻ പറ്റും എന്നൊരു കാര്യം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ലൊറേറ്റയുടെ വിജയമാണ്. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസിനായിട്ട് ഞങ്ങളെ ഫോളോ ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.